കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ ലെബനാനെ ആക്രമിക്കുമെന്ന് ഇറാൻ ആവർത്തിച്ചു. ഇതോടുകൂടി മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സമാധാനമായിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെയാണ് നിലവിലെ സാഹചര്യം കടന്നു പോകുന്നത്. കരാർ വ്യവസ്ഥകളൊക്കെ രണ്ട് രാജ്യങ്ങളും പാലിക്കുകയും 14 ഇന കരാർ വ്യവസ്ഥ തങ്ങൾ നടപ്പിലാക്കുമെന്ന് അമേരിക്ക പറയുകയും ചെയ്തതോടുകൂടി പ്രശ്നപരിഹാരത്തിന് ഏറെക്കുറെ സാധ്യത ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സ്ഥിതി മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ലെബനാൻ നിലവിൽ കരാർ വ്യവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം 60 തവണയെങ്കിലും കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ലെബനാന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലുള്ള പരസ്പര ധാരണ എന്ന് പറയുന്നത് ലെബനാനെ ആക്രമിക്കരുത് എന്ന് വ്യവസ്ഥാപിതമായ രീതിയിൽ പറയപ്പെട്ടതാണ്. അത് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധത്തിൻ്റെ ഒരു ഭാഗം, ഒരു മുഖമാണ് ലെബനാൻ എന്ന് പറയുന്നത്. ലെബനാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ കരാർ വ്യവസ്ഥയിൽ നിന്ന് തങ്ങൾ പിന്തിരിയും എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായ രീതിയിലുള്ള ആക്രമണ രീതികൾക്ക് അപ്പുറമായ രീതിയിൽ ഏകദേശം 5ഓളം ഭാഗങ്ങളിൽ അല്ലെങ്കിൽ 5ഓളം ലെബനാൻ്റെ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികരുണ്ട്. അവർ കുന്നിൻ മല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഭാഗങ്ങളെല്ലാം കീഴടക്കിക്കൊണ്ട് അവിടെ നിന്ന് തായ്വാരത്തിലേക്ക് ഡ്രോൺ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടുള്ള നിരീക്ഷണം നടത്തുകയാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ അവസാനത്തെ ആളെയും കൊലപ്പെടുത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇതിനിടെ തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ തങ്ങളിൽപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ ലെബനാനികൾ എന്നുള്ളതും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട് എന്നതിനാൽ അവർക്ക് നേരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും തങ്ങൾ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഈ കരാറിൽ ഇല്ലെന്നും കരാറുമായിട്ട് ധാരണയില്ലെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അപ്പോൾ അമേരിക്ക വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് ഭ്രാന്താണ് എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ കൊമ്പ് കോർക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സുരക്ഷ അവർക്ക് ഉറപ്പുവരുത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ ഇറാൻ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോകണം. അങ്ങനെ പിന്നോക്കം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാനുമായിട്ട് ധാരണയിലെത്തണം. ആ ധാരണയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ലെബനാൻ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ലെബനാനാണ്. ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് മാത്രമാണ് ഇസ്രായേലുമായി നേരിട്ട് കൊണ്ട് ഒരു യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതല്ലാത്ത മറ്റെല്ലാ വിഭാഗം അതല്ലാത്തതെന്ന് പറഞ്ഞാൽ ലെബനാൻ കഴിഞ്ഞാൽ പിന്നീട് സിറിയ ഉണ്ട്, ജോർദാനുണ്ട്, ഈജിപ്ത് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഈ രാജ്യങ്ങളൊന്നും ഇസ്രായേലുമായിട്ട് കൊമ്പ് കോർക്കാനോ നേർക്കുനേരെ വെല്ലുവിളി നടത്താനോ തുനിയുന്ന രാജ്യമല്ല. എന്നാൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുണ്ട്, അവരവരുടെ നിലപാട് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ നിലപാട് എന്ന് പറയുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവാതെ ഒരിക്കൽ പോലും അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ടോ ഇസ്രായേലിനെ അംഗീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ തങ്ങൾ സഹകരിക്കുകയില്ല എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ആ റൂട്ട് അങ്ങനെ പോകുന്നു. ബാക്കിയുള്ള 3 രാജ്യങ്ങളും ഏറെക്കുറെ സൈലൻ്റ് ആണ്. ജോർദാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അതെല്ലാം അമേരിക്കക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന അവരുടെ സഹകരണാടിസ്ഥാനത്തിൽ നീങ്ങുന്ന രാജ്യങ്ങളാണ്. ഭരണത്തിൽ അധികാരം നിലനിർത്തുക എന്നുള്ളത് അവരുടെ ആത്യന്തികമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ വല്ലാതൊന്നും അമേരിക്കയുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവാറില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ആ റൂട്ടിലൂടെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എതിർക്കപ്പെടുന്ന രാജ്യം, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി സംവിധാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്ന സംഘത്തെയോ സംവിധാനത്തെയോ തകർക്കണം. അത് ഇന്ന് ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് ഹിസ്ബുള്ള ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അവരെ ഒതുക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ശാന്തമായി എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന മറ്റൊരു തരത്തിലാണ്. അവർ മനസ്സിലാക്കുന്ന ലെബനാനിൽ കയറുന്ന അല്ലെ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണം ഇസ്രായേൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആ മേഖലയിൽ അത് അവസാനിക്കില്ല. അടുത്ത മേഖല അറേബ്യൻ മേഖലയിലേക്ക് അവർ തിരിയും. അറേബ്യൻ മേഖലയിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രം അവസാനിക്കില്ല, മുസ്ലിം രാജ്യങ്ങളിലേക്ക് തിരിയും. അങ്ങനെ പല ഘട്ടങ്ങളിലും പല രീതിയുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സംവിധാനം മാറും എന്ന കാര്യം ഉറപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവർ പറയുന്ന കാര്യം തന്നെ ഇങ്ങനെ തന്നെയാണ്. ലെബനാൻ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഭാഗമാണ്.
അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? തങ്ങൾ അവരെ സംരക്ഷിക്കും. ആ കരാർ വ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ മുൻപൊക്കെ ആണെങ്കിൽ 2025 കാലഘട്ടത്തിലൊക്കെയാണ് ഈ പറയുന്നതെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം വരെയാണ് പറയുന്നതെങ്കിൽ അത് വെറുതെ ഇറാൻ പറയുകയാണ് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. കാര്യം ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാത്തൊരു കേസാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ 2026 പറഞ്ഞു, ഏകദേശം ഒരു 10 ദിവസം മുൻപാണ് നേരിട്ട് കൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറയാൻ നിസ്സാരമായിരിക്കുന്ന ഒരു ആക്രമണമല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം പ്രകോപനമില്ലാതെ ഇസ്രായേലിലേക്ക് തുരുതുരാ മിസൈൽ വിട്ടു എന്ന് മാത്രമല്ല, അപ്പാടെയുള്ള അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായി എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങളെല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഒരു കാര്യം അവർക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാകുന്നുണ്ട്, അഥവാ ഇറാൻ ആക്രമിക്കും. ഇറാൻ അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഭയപ്പെട്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമാണ് എന്നതുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന രാജ്യമൊന്നുമല്ല. അവർ ആക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നു. അതിനാൽ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വലിയ സംവിധാന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ ഉടനീളം ഇസ്രായേൽ നടപ്പിലാക്കിയതുകൊണ്ടും കാര്യമില്ല. ചില സമയത്തൊക്കെ അവർ ഉപയോഗിക്കുന്ന ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ അവർ റഡാർ സംവിധാനത്തെയും തകർക്കുന്ന തരത്തിലോ അല്ല കാണാത്ത തരത്തിലോ ആണ്. അപ്പോൾ മുന്നറിയിപ്പായിട്ട് യാതൊന്നുമില്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് ആക്രമിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇറാൻ ചെയ്യുന്നത് എന്നത് വലിയ ഭയപ്പാടുണ്ടാക്കുന്നു. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കുന്നതോട് കരാർ വ്യവസ്ഥ ലംഘിക്കും, ഇസ്രായേൽ വീണ്ടും ലെബനാൻ ആക്രമിച്ചാൽ കരാർ വ്യവസ്ഥ ലംഘിക്കുമെന്ന് ആവർത്തിച്ച് ഇറാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തങ്ങൾ പ്രതികരിക്കുമെന്ന് പറയും. ഓട്ടോമാറ്റിക്കായിട്ട് ആ കരാർ വ്യവസ്ഥ ഇല്ലാതാകുമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ വർത്തമാന സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്കത് വായിക്കാൻ വേണ്ടി സാധിക്കും. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയില്ല എന്നൊരു ഉറപ്പും പറയാൻ വേണ്ടി പറ്റില്ല. അതിനുള്ള എല്ലാ സംവിധാന തയ്യാറെടുപ്പുകളും അവരുടെ ഭാഗത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ഇസ്രായേൽ ആക്രമിക്കാൻ പാടില്ല. അതിന് എന്തൊക്കെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ അതെല്ലാം നോക്കുന്നുണ്ട്. കാര്യം അവർക്ക് നൽകുന്ന ആയുധ കോട്ടകൾ, ആയുധ സംവിധാനങ്ങൾ അതൊക്കെ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നത്. നിരന്തരം എന്ന തരത്തിൽ വലിയ രീതിയിൽ വൻതോതിലുള്ള ആയുധങ്ങളാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേൽ നൽകുന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടനാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അത് നിർത്തിയിട്ടുണ്ട്. കാര്യം അത് അവരെയും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ വെറുതെ പ്രകോപിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ എംബസി കോൺസുലേറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അവരിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ നയങ്ങൾക്കും നിലവാരത്തോടും ഒപ്പം ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാവേണ്ട കാര്യമില്ല. അതിനേക്കാൾ നല്ലത് എന്താണെന്നറിയാം, സ്വന്തമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നയങ്ങളും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമീപന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അവർക്ക് ഒതുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പ്രകോപനപരമായിരിക്കുന്ന മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയങ്ങൾ പോകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ആ തരത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായിരിക്കുന്ന സ്ഥിതികളും അവസ്ഥകളും ഉള്ളത് എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് എല്ലാ രാജ്യങ്ങളും ഉള്ളത് എന്ന് ഏറെക്കുറെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വല്ലാത്ത ക്ഷീണത്തിലാണ് അമേരിക്ക ഉള്ളത്. കാര്യം അമേരിക്കയും അനുസരിക്കുന്നില്ല. നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റാണ്, ഞാനാണെങ്കിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമാണ്. രണ്ട് രാജ്യമാണ്, രണ്ടും നിലപാടും 2 സമീപനങ്ങളുമാണ്. അതുകൊണ്ട് തങ്ങളെ സ്വാധീനിക്കാനൊന്നും മെനക്കെടണ്ട എന്ന് പോലും പറഞ്ഞു വെക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളിക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഈ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ അനിവാര്യമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ട്രംപ് ആരംഭിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്ന് ചുരുക്കം.